Welcome to RK's Stories. വില്വാദ്രി ഭാഗം 12. പരസ്പരം ആക്രമിക്കാൻ അവസരം നോക്കി വട്ടം കറങ്ങുന്നതിനിടയിൽ പീറ്റർ വലത് കയ്യിലിരുന്ന കത്തി ഒന്നുകൂടി വീശി. വിജയ് തന്റെ കയ്യിലിരുന്ന ട്രേ കൊണ്ട് ആ കത്തി തട്ടി മാറ്റാൻ ശ്രമിച്ചു. അത് പ്രതീക്ഷിച്ചു നിന്ന പീറ്റർ മിന്നൽ വേഗത്തിൽ കൈ പുറകോട്ട് വലിച്ച ശേഷം ഇടത് കയ്യിലിരുന്ന സിറിഞ്ച് ഉയർത്തി വിജയിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആഞ്ഞു കുത്തി. കഴുത്തിൽ കുത്തുകൊള്ളുന്നതിന് മുന്നേ തന്നെ വിജയ് പീറ്ററിന്റെ ആ കയ്യിൽ കയറി പിടിച്ചു. പീറ്റർ ഉടനെ ഒന്ന് മുന്നോട്ട് കയറി തന്റെ മറ്റേ കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് വിജയിന്റെ പക്കിന് താഴെയായി കുത്തി. കത്തിയുടെ മുന ഇടുപ്പിൽ തൊട്ടില്ല എന്ന മട്ടിലെത്തിയപ്പോഴേക്കും ട്രേ വിട്ടുകളഞ്ഞിട്ട് പീറ്ററിന്റെ കത്തി പിടിച്ചിരുന്ന ആ കയ്യിലും വിജയ് കയറി പിടിച്ചു. താഴെ ടൈലിലേക്ക് വീണ ട്രേ ആ കോറിഡോറിൽ വല്ലാത്തൊരു ശബ്ദമുണ്ടാക്കി. കൈകൾ ശക്തിയിൽ പുറകോട്ട് വലിച്ച് വിജയിന്റെ പിടി വിടുവിക്കുവാൻ പീറ്ററും അവന്റെ കൈകൾ വിട്ടുകൊടുക്കാതെ വലിച്ചു പിടിക്കുവാൻ വിജയും ശ്രമിക്കുന്നതിനിടയിൽ ട്രേ താഴെ വീണ ശബ്ദം കേട്ട് ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോ എന്നും അവർ നോക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ബോഡി വെയിറ്റും കൂടി ഉപയോഗിച്ച് അവർ പരസ്പരം ശക്തി പ്രയോഗിക്കുന്നതിനിടയിൽ പ്രതീക്ഷിക്കാത്തൊരവസരത്തിൽ വിജയ് ഒന്ന് പുറകോട്ട് ആഞ്ഞ് താഴേക്ക് കിടന്നിട്ട് പീറ്ററിന്റെ കൈകളിൽ പിടിച്ചു വലിച്ചു. വിജയിന്റെ ബോഡി വെയിറ്റും കൂടി ചേർന്നുള്ള ആ വലിയിൽ അടി തെറ്റിയ പീറ്റർ അവന്റെ മേലേക്ക് വീണു. പീറ്ററിന്റെ കൈകളിന്മേലുള്ള പിടുത്തം വിജയ് അപ്പോഴും വിട്ടിരുന്നില്ല. മലർന്നു കിടക്കുകയായിരുന്ന വിജയിന്റെ മേലേക്ക് കമഴ്ന്നടിച്ച് വീണ പീറ്ററിനെ അവൻ കാലുകൾ മടക്കി ഉയർത്തി മുട്ടുകാലുകളിൽ താങ്ങി നിർത്തി. വിജയിന്റെ കാലുകളിൽ കിടന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിയ പീറ്ററിനെ വിജയ് കണ്ണിറുക്കി കാണിച്ചിട്ട് ഒന്ന് ചിരിച്ചു. അടുത്ത നിമിഷം വിജയിന്റെ കാലുകൾ ശക്തിയായി മുകളിലേക്ക് ഉയർന്നു. ആ കാലുകളിൽ കിടക്കുകയായിരുന്ന പീറ്റർ തല കീഴായി മറിഞ്ഞ് വിജയിന്റെ പുറകിലായി നടുവും തല്ലി താഴേക്ക് വീണു. അപ്പോഴും പീറ്ററിന്റെ കൈകൾ വിജയ് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തിരിഞ്ഞുപോയ പീറ്ററിന്റെ ഇടത് കൈയിൽ നിന്നും പിടിവിട്ട സിറിഞ്ച് താഴേക്ക് വീണു. പീറ്ററിന്റെ കൈകളിലുള്ള പിടിവിട്ട് താഴെ കിടന്നിരുന്ന സിറിഞ്ചും എടുത്ത് വിജയ് എഴുന്നേറ്റ് നിന്നു. നിലത്തു വീണ് കിടന്ന പീറ്റർ മുട്ടുകാല് മടക്കി കൈകൾ കുത്തി മെല്ലെ എഴുന്നേറ്റിരുന്നു. എന്താടാ മോനെ, മതിയാക്കിയോ? ഇതൊന്ന് തീർപ്പാക്കണ്ടേ? എഴുന്നേറ്റ് വാ. തല മുട്ടുകാലുകളിൽ താങ്ങി നിലത്തിരുന്ന പീറ്ററിനെ നോക്കി വിജയ് ചോദിച്ചു. വിജയിന്റെ ആ വെല്ലുവിളി കേട്ട് പീറ്റർ തല ഉയർത്തി നോക്കി. മുഖം മറഞ്ഞു കിടന്നിരുന്ന നീളമുള്ള മുടികൾ അവൻ തല വെട്ടിച്ച് ഒന്ന് ഒതുക്കി വെച്ചു. മെരുങ്ങാതെ ബാക്കി കിടന്നിരുന്ന മുടിയിഴകൾക്കിടയിലൂടെ വിജയിനെ നോക്കി കിതച്ചുകൊണ്ട് അവൻ ചിരിച്ചു. വായിൽ കിനിഞ്ഞ ചോരയുടെ ചുവപ്പിന്റെ നിറമായിരുന്നു ആ സമയം അവന്റെ പല്ലുകൾക്ക്. ചോര നിലത്തേക്ക് തുപ്പിയിട്ട് അവൻ മെല്ലെ എഴുന്നേറ്റു. തല ഒന്ന് കുടഞ്ഞ് അവൻ വീണ്ടും വിജയിനെ നോക്കി ചിരിച്ചു. ചെകുത്താന്റെ ചിരി പോലെ. ചെറുതായി ഒന്ന് കുനിഞ്ഞ് മുട്ടുകാലുകളിൽ രണ്ട് കൈയും താങ്ങി നിൽക്കുന്ന അവന്റെ വലത്തെ കൈയിൽ അപ്പോഴും ആ തിളങ്ങുന്ന കത്തി ഉണ്ടായിരുന്നു. രണ്ടിലൊന്ന് തീർച്ചയാക്കാതെ പിന്തിരിയാത്ത വേട്ടപ്പട്ടികളുടെ ഇനമാണവൻ എന്നറിയാമായിരുന്ന വിജയ് കരുതിയാണ് നിന്നിരുന്നത്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് പീറ്റർ മുന്നോട്ട് കുതിച്ചത്. വിജയ് ഒഴിഞ്ഞുമാറാൻ സാധ്യതയുള്ള സ്ഥലം കൂടി കണക്കുകൂട്ടിയാണ് പീറ്റർ ഇപ്രാവശ്യം കത്തി വീശിയത്. ഒഴിഞ്ഞുമാറിയെങ്കിലും വിജയിന്റെ വയറിൽ ചെറിയൊരു മുറിവുണ്ടാക്കിക്കൊണ്ടാണ് ആ കത്തി പാഞ്ഞത്. നിന്ന സ്ഥലത്തു നിന്നും പമ്പരം പോലെ കറങ്ങിയ വിജയ് പീറ്ററിന്റെ കത്തി വീശിയ കൈയുടെ അരികിലൂടെ കറങ്ങിത്തിരിഞ്ഞ് അവന്റെ തൊട്ടുപുറകിലായി എത്തി നിന്നു. പുറകിൽ നിന്നും പീറ്ററിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച ശേഷം അവന്റെ വലത്തെ കാലിന്റെ മടക്കിലേക്ക് വിജയ് ആഞ്ഞു തൊഴിച്ചു. കാല് മടങ്ങിയ പീറ്റർ മുട്ടുകുത്തി താഴേക്ക് ഇരുന്നു പോയി. കത്തി അവന്റെ കയ്യിൽ നിന്നും ദൂരേക്ക് തെറിച്ചു വീണു. എന്നാൽ അടുത്ത നിമിഷം അവൻ കൈകൾ രണ്ടും പുറകോട്ട് നീട്ടി വിജയിന്റെ ഷട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നിലത്തേക്ക് കിടന്നുരുണ്ടു. ബാലൻസ് തെറ്റിയ വിജയും താഴേക്ക് വീണുപോയി. താഴേക്ക് പോകുന്ന സ്റ്റെപ്പിനടുത്തേക്കായിരുന്നു അവർ രണ്ടുപേരും മൽപ്പിടുത്തം നടക്കുന്നതിനിടയിൽ ഉരുണ്ടുപോയത്. സ്റ്റെപ്പിന്റെ അറ്റത്തെത്തിയ അവർ നില തെറ്റി ആ സ്റ്റെപ്പുകളിൽ കൂടി തല്ലിയലച്ച് താഴേക്ക് ഉരുണ്ടുപോയി. കൈകളും കാലുകളും തലയുമൊക്കെ സ്റ്റെപ്പുകളിലും കൈവിരികളിലുമായി ഇടിച്ച് താഴേക്ക് നിരങ്ങി നീങ്ങിയ അവർ താഴത്തെ നിലയിലേക്ക് ഇറങ്ങുന്നതിനായി സ്റ്റെപ്പ് തിരിയുന്ന ഭാഗത്ത് കെട്ടിയിരുന്ന ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു വീണു.
പ്ലാറ്റ്ഫോമിൽ പീറ്റർ താഴെയും വിജയ് മുകളിലുമായി വന്നു വീണ അവർ കുറച്ചുനേരം എഴുന്നേൽക്കുവാൻ സാധിക്കാതെ കിതപ്പോടെ അങ്ങനെ തന്നെ കിടന്നു. കിതപ്പൊന്നടങ്ങിയപ്പോൾ വിജയ് തന്റെ താഴെ കിടന്നിരുന്ന പീറ്ററിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് കയ്യിലിരുന്ന സിറിഞ്ചിന്റെ സൂചി അവന്റെ കഴുത്തിലേക്ക് മുട്ടിച്ചു. നോ, വേണ്ട. ഒരു ഞരക്കം പോലെ പീറ്റർ പറഞ്ഞു. അപ്പോ കലാപരിപാടികള് നിർത്തിയതായിട്ട് പ്രഖ്യാപിക്കാം അല്ലേ മോനെ? അവന്റെ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റ് മാറിയിട്ട് വിജയ് ചോദിച്ചു. തളർന്ന ശബ്ദത്തിൽ ഒന്ന് മൂളിയിട്ട് പീറ്ററും മെല്ലെ എഴുന്നേറ്റിരുന്നു. എങ്കിലും ജോസഫ് ചേട്ടനോട് നീ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്, ഇനി ഈ പണിക്ക് വേണ്ടി ആരെയും ഇങ്ങോട്ട് വിടണ്ടെന്ന്. അത് നീ തന്നെ ഇനി അങ്ങനെ വിളിച്ച് പറഞ്ഞാ മതി. താഴെ കിടന്നിരുന്ന സിറിഞ്ചെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പീറ്റർ പറഞ്ഞു. ശരി ശരി, ആരെങ്കിലുമൊക്കെ വരും മുന്നേ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. അവനോട് പറഞ്ഞിട്ട് വിജയ് പടിക്കെട്ടുകൾ കയറി. വിജയ്, ഒരു മിനിറ്റ്. പീറ്റർ വിളിച്ചത് കേട്ട് അവൻ തിരിഞ്ഞു നിന്നു. നിന്റെ ആ കൊച്ചിനോടെ ഒന്ന് സൂക്ഷിച്ചേക്കാൻ പറഞ്ഞേക്ക്. ആരാണ് പുറകിലെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്കുള്ള ഓഫർ അത്രയ്ക്ക് വലുതായിരുന്നു. ആ ഒരു റേഞ്ച് വെച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. തിരിച്ചൊന്നും പറയാതെ അവനെ ഒന്ന് നോക്കിയിട്ട് വിജയ് മുകളിലേക്ക് കയറി. മുകളിലെത്തി പീറ്ററിനെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയ ശേഷം അവൻ തന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. അല്പനേരം കൂടി അവിടെ ഇരുന്ന ശേഷം പീറ്റർ മെല്ലെ എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കി. പിന്നെ സാവധാനം ആ സ്റ്റെപ്പുകളിൽ കൂടി താഴേക്ക് ഇറങ്ങി നടന്നു. പിറ്റേ ദിവസം കാലത്ത് വീട് വരെ പോയി തിരികെ ശിവയുടെ റൂമിന് മുന്നിൽ എത്തിയപ്പോൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന മേഘയെ കണ്ട് അദ്രിക അവിടെ നിന്നു. ഗുഡ് മോർണിംഗ് ചേച്ചി. അവളെ നോക്കി ചിരിച്ച മേഘയെ അവൾ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്. അദ്രി കാലത്തെ വീട്ടിൽ പോയിരുന്നു അല്ലേ? അതെ ചേച്ചി, രണ്ടുപേരുടെയും ഡ്രസ് എടുക്കാനുണ്ടായിരുന്നു. ശിവ എന്നോട് പറഞ്ഞു. അവളെ നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പ്രകാശ് സാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വിജയനെ പറ്റിയും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അയാളെ ജോലിക്ക് എടുക്കണ്ടെന്ന് നീ കൂടി അവളോടൊന്ന് പറയണം. അദ്രിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മേഘ അവിടെ നിന്നും നടന്നകന്നു. നടന്നു പോകുന്ന മേഘയെ നോക്കി അസ്വസ്ഥതയുടെ തല ഉടഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് അവൾ മുറിക്കകത്തേക്ക് കയറി. മുറിക്കകത്തേക്ക് കടന്നു വന്ന അദ്രികയെ കട്ടിലിരിക്കുകയായിരുന്ന ശിവ ഗൗരവത്തോടെ നോക്കി. വാക്കുകൾ കൊണ്ട് ശിവയുടെ മനസ്സിലേക്ക് മേഘ കോരിയിട്ടിട്ട് പോയ കനൽ അവളുടെ കണ്ണുകളിൽ എരിയുന്നത് അദ്രി കണ്ടു. എന്നതാടി മൂങ്ങ നോക്കും പോലെ നോക്കുന്നേ? ശിവയുടെ ആ ഭാവമാറ്റത്തിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതെ കയ്യിലുണ്ടായിരുന്ന ബാഗുകൾ ഷെൽഫിലേക്ക് വെച്ചുകൊണ്ട് അദ്രിക ചോദിച്ചു. നീങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ശിവയുടെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലാക്കിയ അദ്രി തിരിഞ്ഞ് കട്ടിലിൽ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. പറ, എന്നതാ നിന്റെ പ്രശ്നം? അവളുടെ തോളിൽ പിടിച്ച് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്രിക ചോദിച്ചു. നിന്റെ ആ വിജയനെ പറ്റി മേഘ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. തമ്പുരാട്ടിക്ക് വല്ലതും അറിയോ? അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു. എന്നതാ പറഞ്ഞത്? താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ ചോദിച്ചു. നീ ചുമ്മാ പൊട്ടം കളിക്കില്ലേ അദ്രി? നിന്റെ അടുത്തും പറഞ്ഞതാന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. അദ്രി തല കുലുക്കി സമ്മതിച്ചു. എന്നിട്ടാണോടി നീ അവന്റെ കാര്യവും പൊക്കി പിടിച്ച് എന്റെ അടുത്ത് വന്നത്? എടി, അവനോട് നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. മഞ്ജു ചേച്ചിയോട് അങ്ങനെ പെരുമാറിയ ഒരുത്തനെ നീ എന്ത് വിശ്വസിച്ചാ നമ്മുടെ കൂടെ കൂട്ടാൻ പോകുന്നേ? ശിവയുടെ കണ്ണുകളിൽ എരിഞ്ഞ ദേഷ്യം ശബ്ദത്തിലും മുഴങ്ങി. നീ എന്നതായി പറഞ്ഞോണ്ട് വരുന്നേ? എല്ലാം അറിഞ്ഞിട്ടും അവനോടുള്ള എന്റെ പഴയ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അവനെ മനഃപൂർവ്വം സപ്പോർട്ട് ചെയ്തെന്നാണോ? പിന്നല്ലാതെ. ശിവയുടെ വാക്കുകളിലെ മൂർച്ച കുറഞ്ഞിരുന്നില്ല. കൊള്ളാം, നീ എന്നെ പറ്റി അങ്ങനെ വിജയിച്ചിരിക്കുന്നതല്ലേ? അദ്രികയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് ശിവയുടെ മുഖവും വല്ലാതെയായി. അദ്രി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അയാളുടെ സ്വഭാവം മോശമാണെന്നറിഞ്ഞിട്ട് പിന്നെ നീ അയാളെ സപ്പോർട്ട് ചെയ്തല്ലോ എന്നോർത്തപ്പോ എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാ. എന്റെ മേഘ ചേച്ചി പറഞ്ഞത് മുഴുവനും ശരിയല്ല. പുള്ളിക്കാരിക്ക് കഥയുടെ പകുതി ഭാഗം മാത്രമേ അറിയൂ. എന്ന് വെച്ചാ? ശിവ സംശയം നിറഞ്ഞ മുഖത്തോടെ അദ്രികയെ നോക്കി. നിനക്ക് അറിയാവുന്നതല്ലേ, അന്ന് ഞാൻ വിജയനോട് എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ ഒഴിഞ്ഞു മാറുകയല്ലേ അവൻ ചെയ്തത്. മേഘ ചേച്ചി പറഞ്ഞതുപോലുള്ള സ്വഭാവമായിരുന്നു അവന്റേതെങ്കിൽ ചുമ്മാ ടൈം പാസിന് വേണ്ടി അവൻ എന്നോട് യെസ് പറഞ്ഞേനെ. അത് ശരിയാ. അല്പമൊന്ന് ആലോചിച്ചതിന് ശേഷം ശിവ പറഞ്ഞു. അപ്പൊ പിന്നെ ശരിക്കും എന്താ സംഭവിച്ചത്? ചോദിച്ചുകൊണ്ട് അവൾ അദ്രികയുടെ മുഖത്തേക്ക് നോക്കി. യഥാർത്ഥത്തിൽ പണിയൊപ്പിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചി തന്നെയാ. മഞ്ജു ചേച്ചിയോ? നോ. അതേടി, നീ ഇത് കേക്ക്.
വിജയും അമലും അവളോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ ശിവയോട് പറയാൻ തുടങ്ങി. കാലത്ത് അമൽ എഴുന്നേറ്റപ്പോൾ അപ്പുറത്തെ കട്ടിലിൽ വിജയ് അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടക്കുന്നതിനിടയിലാണ് അവൻ വിജയിന്റെ വയറിൽ വലതുവശത്തായി ഒരു പുതിയ ബാൻഡേജ് കെട്ടിയിരിക്കുന്നത് കണ്ടത്. ചേടാ, ഇന്നലെ രാത്രി ഇവൻ ഉറങ്ങാൻ പോയപ്പോ ഈ ഡെക്കറേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. പുതിയതായ വെച്ചുകെട്ട് എവിടെന്ന് വാങ്ങിച്ചു കൂട്ടിയെന്ന് ആലോചിച്ചുകൊണ്ട് അവൻ വിജയിനെ ഉറക്കത്തിൽ നിന്നും കുലുക്കി ഉണർത്തി. ഡാ കോപ്പേ, എഴുന്നേക്കടാ, ഇന്നലെ രാത്രി ഇത് എവിടെ പോയാ നീ കേറിയത്? അമലിന്റെ ചോദ്യം കേട്ടാണ് വിജയ് ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നത്. എന്താ നീ ചോദിച്ചത്? കണ്ണു തിരുമിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നിട്ട് വിജയ് ചോദിച്ചു. ഡാ, ഈ പുതിയ അലങ്കാരം എവിടെന്നാ കിട്ടിയെന്ന്? അവന്റെ ബാൻഡേജിലേക്ക് ചൂണ്ടിക്കൊണ്ട് അമൽ വീണ്ടും ചോദിച്ചു. ഓ, അത് ഇന്നലെ രാത്രി ചെറിയൊരു ചവിട്ട് നാടകവും വില്ലടിച്ചാൻ പാട്ടവും ഉണ്ടായിരുന്നടാ, അതിന്റെയാ. ബാൻഡേജിൽ പതുക്കെ ഒന്ന് തലോടിക്കൊണ്ട് അവൻ എളിച്ചു. നീ എന്താ ഇന്നലെ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നിട്ട് പലയിടത്തും തലയിടിച്ചു വീണോ? രാവിലെ എഴുന്നേറ്റിരുന്ന് പിച്ചുമ്പേയും പറയുന്നു. എടാ, എന്താ പറ്റിയെന്ന്? എടാ, ഇന്നലെ രാത്രി ആ പീറ്റർ വന്നിരുന്നടാ, അവന്റെ ഒരു ചെറിയ സമ്മാനമാണിത്. പീറ്ററോ? ഏത് പീറ്റർ? എടാ, നമ്മുടെ ജോസഫ് ചേട്ടന്റെ കൂട്ടത്തിൽ ഒരുത്തനല്ലേ ആ പീറ്റർ, അവൻ. ഒന്ന് ആലോചിച്ചിട്ട് അമൽ ചോദിച്ചു. ഏത്? ആ കടുവയോ? അവൻ തന്നെ. അവനെന്ത് കോപ്പിനാ നിന്റെ മെക്കിട്ട് കയറാൻ വന്നേ? ഇന്നലെ രാത്രി ഉറക്കം വരാതെ ഞാൻ ചുമ്മാ പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോഴാ അവനെ കണ്ടത്. അവൻ ആ ശിവക്കുള്ള കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയതായിരുന്നു. എടാ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ പ്രശ്നമാണ് കേട്ടോ ആ കൊച്ചിന്റെ കാര്യം. നീ പറയുന്നത് അവൻ ഇന്നലെ അവളെ തീർക്കാൻ വന്നിരുന്നു എന്നാണോ? അതെ, അവനെ ഞാൻ സൽക്കരിച്ച് പറഞ്ഞു വിട്ടു. പക്ഷെ പോകാൻ നേരം അവൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്നാ. നല്ലൊരു ഓഫറാണത്രേ അവന് കൊട്ടേഷന് വേണ്ടി കിട്ടിയത്. ദാറ്റ് മീൻസ് സാധാരണക്കാരല്ല അവളുടെ പുറകെ ഉള്ളതെന്നല്ലേ? എന്നിട്ട് നീ അവനോട് ചോദിച്ചായിരുന്നോ പരിപാടിയുടെ സംവിധായകൻ ആരാണെന്ന്? ഏയ്, അവനൊരു ചുക്ക് അറിയാൻ വയ്യ. എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ആ ശിവയുടെ റൂം വരെ ഒന്ന് പോകാം. ഇനിയിപ്പോ ഇന്ന് ഡിസ്ചാർജ് ചെയ്യില്ലല്ലോ. ഒരുമാതിരി കോപ്പിൽ ഇടപാടായിപ്പോയി. എന്നിട്ട് നീ ഇന്നലെ രാത്രി എവിടെ പോയാ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടത്? അവന്റെ ബാൻഡേജിലേക്ക് നോക്കിക്കൊണ്ട് അമൽ ചോദിച്ചു. ഓ, അത് താഴെ കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു. എങ്കിൽ നിനക്കെന്ന് വിളിക്കാറുന്നില്ലടാ. ഞാൻ നോക്കിയപ്പോ നീ നല്ല ഉറക്കം, പിന്നെ നിന്നെ വെറുതെ ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചു. എന്തായാലും ഏറ്റെടുത്ത പണി കൊള്ളാം. നീ ഇരിക്കെ, ഞാൻ പോയിന്ന് ഫ്രഷായിട്ട് വരാം. അമൽ വാഷ്റൂമിലേക്ക് നടന്നു. വിജയ് കൈയെത്തിച്ച് ടേബിളിലിരുന്ന മൊബൈൽ എടുത്ത് അതുമായി കിടക്കയിലേക്ക് ചാരി. മഞ്ജിമയെക്കുറിച്ച് അദ്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കുവാനാവാതെ ശിവ അവളെയും നോക്കി മിഴിച്ചിരുന്നു. ഓ, മഞ്ജു ചേച്ചി ഇങ്ങനെയുള്ള ഒരാളാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കൂടെ നിൽക്കുന്നവരെ പോലും എങ്ങനെ വിശ്വസിക്കുന്നതല്ലേ? കേട്ടപ്പോ എനിക്കും വല്ലാത്ത ഷോക്കായി പോയടാ. പക്ഷെ വിജയിന്റെ കാശ് ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് വരെ അമൽ എനിക്ക് കാണിച്ചു തന്നേ. എന്തായാലും പ്രശാന്ത് ഏട്ടനോട് നീ ഇതൊന്നും പറയണ്ട കേട്ടോ, ശിവ പറഞ്ഞു. ഏയ്, എങ്ങനെ പറയാനാന്നേ? അല്ലേ തന്നെ പുള്ളിയുടെ സ്വഭാവം വെട്ടൊന്ന് തുണ്ടണ്ടെന്ന് തന്നെയല്ലേ. ഇനി ഇതെങ്ങാനും കേട്ട അത് മതി അവിടെ പ്രശ്നം ഉണ്ടാകാനായിട്ട്. ശിവ പറഞ്ഞ കാര്യം അദ്രി തലകുലുക്കി സമ്മതിക്കുന്നതിനിടയിലാണ് വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം അവർ കേട്ടത്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന വിജയനെയും അമലിനെയും കണ്ട് അദ്രി ചിരിയോടെ എഴുന്നേറ്റു. ശിവയുടെ കണ്ണുകൾ സംശയത്തോടെ അവരെ വീക്ഷിച്ചപ്പോൾ അവളുടെ മനസ്സ് ഓർമ്മയിൽ ആ മുഖങ്ങൾ തിരയുകയായിരുന്നു. വിസ്മൃതിയുടെ ആഴങ്ങളിൽ നിന്നും പഴയ കോളേജ് ഹീറോയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അവളുടെ ചുണ്ടുകളിലേക്കും ആ ചിരി പടർന്നു. ഇതാരായി വരുന്നേ? നമ്മുടെ പഴയ കോളേജ് ഹീറോകളല്ലേ? വാ വാ, ഇരിക്കെ. അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ശിവ പറഞ്ഞു. അദ്രിക അവർക്കിരിക്കുവാൻ വേണ്ടി കസേരകൾ നീക്കിയിട്ട് കൊടുത്തു. കുറവൊന്നുമില്ലല്ലോ. കസേരയിലേക്ക് ഇരുന്ന ശേഷം അമൽ അവളെ നോക്കി ചോദിച്ചു. കൈക്ക് ഫ്രാക്ചർ ഉള്ളത് കൊണ്ട് 1 മാസം എടുക്കും ശരിയാകാനെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന തന്റെ കൈയിലേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം ശിവന്റെ മറുപടി പറഞ്ഞു. അല്ല, ഞാൻ തന്റെ നാവിന്റെ നീളത്തിന്റെ കാര്യമാ ഉദ്ദേശിച്ചത്. വെളുക്കെ ചിരിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. രാവിലെ തന്നെ ചളിയുമായിട്ട് ഇറങ്ങിയേക്ക് വന്നല്ലോ. ആ പഴയ നിലവാരത്തിൽ നിന്നും ഇതുവരെ ഉയർന്നില്ലല്ലേ? ശിവയുടെ കൗണ്ടർ കേട്ട് ചമ്മിയ മുഖത്തോടെ അവരെ നോക്കിയ അമലിനെ കണ്ട് വിജയും അദ്രികയും ചിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ നിനക്കിന്ന് ചായ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വയറു നിറഞ്ഞില്ലേ? ഇളിച്ചുകൊണ്ടിരുന്ന അമലിനെ നോക്കി വിജയ് ചോദിച്ചു. അല്ല മനുഷ്യ,
നിങ്ങളിപ്പോ പഴയ ക്രിക്കറ്റ് കളിയും ബോക്സിംഗും ഒക്കെ നിർത്തി ബോഡി ഗാർഡാണെന്ന് കേട്ടല്ലോ, ശരി തന്നെ? ശിവ മുഖം തിരിച്ച് വിജയിനോട് ചോദിച്ചു. ജീവിക്കണ്ടേടോ, ക്രിക്കറ്റും ബോക്സിങ്ങും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നാലേ വയറ്റിലേക്കൊന്നും ഇറങ്ങില്ലെന്ന് മനസ്സിലാക്കിയപ്പോ അതൊക്കെ അങ്ങ് വിട്ടു. അതെന്തായാലും നന്നായി. പണ്ട് അതിന്റെ പേരും പറഞ്ഞായിരുന്നല്ലോ ഇയാൾ ഇവളെ മാറ്റി നിർത്തിയത്. അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അദ്രികയെ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് ശിവ പറഞ്ഞു. അവൾ അനാവശ്യമായി തന്റെ കാര്യം സംസാരത്തിനിടയിലേക്ക് വലിച്ചിട്ടതിന്റെ നീരസം അദ്രികയുടെ മുഖത്ത് പ്രകടമായി. അതൊക്കെ അന്നത്തെ കാര്യങ്ങളല്ലേ ശിവ. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മനുഷ്യരുടെ പ്രയോറിറ്റീസും മാറും. കൂൾ. ദാറ്റ് മീൻസ് ഇനി ആ പ്രയോറിറ്റീസിലേക്ക് വേണമെങ്കിൽ ഇവളും കടന്നു വരാം അല്ലേ? ശിവ സ്റ്റോപ്പ് ഇറ്റ്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നേ? അദ്രികയുടെ ശബ്ദത്തിൽ ഈർഷ്യ നിറഞ്ഞിരുന്നു. സോറി ഐ വാസ് ജസ്റ്റ് കിഡിങ് ഗയ്സ്. ഇനി പറയൂ, വാട്ട്സ് യുവർ പ്ലാൻ? അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ചിട്ട് ശിവ വിജയനോട് ചോദിച്ചു. പറയാം, അതിനു മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ? അജയ് ചോദിച്ചത് കേട്ട് അവൾ എന്താണ് എന്ന അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ ജെറാൾഡിന്റെ ഫോണിൽ നിന്നും ശിവയ്ക്ക് ഇപ്പോഴും മെസ്സേജുകളൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ജെറാൾഡ് ഉപയോഗിച്ചിരുന്ന നമ്പറിൽ നിന്ന് തന്നെയാണോ അതോ പുതിയ ഏതെങ്കിലും നമ്പറിൽ നിന്നുമാണോ? ജെറാൾഡിന്റെ പേര് കേട്ടതും ശിവയുടെ മുഖം മങ്ങിയത് വിജയ് ശ്രദ്ധിച്ചു. ശിവ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവൻ ചോദിച്ചത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ വിഷാദം നിറഞ്ഞ മുഖത്തോടെ ഇരുന്ന ശിവയോട് അല്പം കൂടി ശബ്ദമുയർത്തി അവൻ ചോദിച്ചു. കേട്ടായിരുന്നു. അതേ നമ്പറിൽ നിന്ന് തന്നെയാ മെസ്സേജ് വരാറുള്ളത്. ചെറുതായി ഒന്ന് ഞെട്ടിയിട്ട് അവൾ മറുപടി പറഞ്ഞു. ജെറാൾഡ് മരിച്ചതിന് ശേഷം എത്ര പ്രാവശ്യം ആ നമ്പറിൽ നിന്നും മെസ്സേജുകൾ വന്നിട്ടുണ്ട്? വിജയിന്റെ ചോദ്യം കേട്ട് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. വിഷാദം പുരണ്ടിരുന്ന അവളുടെ കണ്ണുകൾ നിമിഷ നേരത്തിനുള്ളിൽ ഭാവം മാറിയത് കണ്ട് അവനൊന്നു പകച്ചു. ഞാൻ എത്ര പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അവൻ മരിച്ചിട്ടില്ലെന്ന്, എന്നിട്ട് നിങ്ങൾ എന്തേ അത് വിശ്വസിക്കാത്തേ? 3 പേരെയും മാറി മാറി നോക്കി ശബ്ദമുയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. ഓക്കെ ശിവ, മനസ്സിലായി. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവൻ വെളിയിൽ വരുന്നില്ല? വിജയിന്റെ ചോദ്യം അതേ സംശയം ശിവയുടെ മനസ്സിലും ഉണർത്തിയത് അവളുടെ കണ്ണുകളിൽ അവർ വായിച്ചു. മാത്രമല്ല, അന്ന് ശിവയെ കിഡ്നാപ്പ് ചെയ്ത ദിവസം അവന്റെ ഫോണിൽ നിന്നും വന്ന മെസ്സേജ് കണ്ടിട്ടാണല്ലോ ശിവ ആ സ്ഥലത്തേക്ക് പോയത്. പക്ഷെ അവിടെ അവന് പകരം ഉണ്ടായിരുന്നത് ശിവയെ ആക്രമിക്കുവാൻ വന്നവരായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, മെസ്സേജ് വന്ന സമയത്ത് എപ്പോഴെങ്കിലും ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുവാൻ ശിവ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ അപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചാലും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ശിവയുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് ശിവ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? വിജയിന്റെ ചോദ്യം കേട്ട് അവർ 3 പേരും പരസ്പരം നോക്കി. ഒരുപക്ഷെ അവൻ ആരെങ്കിലും തടവിലാക്കിയിരിക്കുകയാണെങ്കിലോ? മനസ്സിലുയർന്ന സംശയം അദ്രിക വിജയിനോട് ചോദിച്ചു. അവളുടെ ആ സംശയം കേട്ട് അമലും ശിവന്റെയും അവളെ നോക്കി. എക്സാക്ട്ലി, അതുതന്നെയാണ് ഞാനും സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതാരായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അത് മാത്രമല്ല, ഇന്നലെ രാത്രി ശിവയ്ക്ക് നേരെ ഒരറ്റംപ്റ്റ് കൂടി ഉണ്ടായിരുന്നേ. അത്രയും നേരം മിണ്ടാതിരിക്കുകയായിരുന്ന അമൽ പറഞ്ഞത് കേട്ട് ശിവയും അദ്രികയും ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ഇന്നലെ രാത്രിയോ? അദ്രികയുടെ ചോദ്യത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആശ്ചര്യം ശിവയുടെ കണ്ണുകളിലും തെളിഞ്ഞു. തുടരും. ബില്ലു അദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.